ആസനങ്ങൾ മാത്രമല്ല യോഗ, അതിൽ പ്രപഞ്ചതം തന്നെയുണ്ട്. അഭ്യാസിക്കും തോറും അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. യോഗാസനങ്ങൾ സമുദ്രത്തിലെ ഒരു മലയുടെ അഗ്രം മാത്രമാണ്. യോഗാ പരിശീലനം കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും നല്ലതും ചീത്തയും തിരിച്ചറിയാനും, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വൃത്തിയാക്കൽ, ജീവിതശൈലി ചിട്ടപ്പെടുത്തൽ, രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തൽ, ഇങ്ങനെയുള്ള പല ഗുണങ്ങളും നേടിയെടുക്കാൻ കഴിയും. യൂണിവേഴ്സൽ യോഗ ക്ലാസിനൊപ്പം ചേർന്ന് നിങ്ങളും യോഗ അഭ്യസിക്കുക. എന്തിലും ഏതിലും ശ്രദ്ധിക്കുന്നതാണ് വിജയത്തിലേക്കുള്ള താക്കോൽ. അത് നമ്മളുടെ താൽപ്പര്യങ്ങളിൽ ശ്രദ്ധയെ നിലനിർത്തി ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു. നമ്മുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ശല്യപ്പെടുത്തലുകൾ കുറയ്ക്കുക, ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, ഇടവേളകൾ എടുക്കുക, സമയനിയന്ത്രണം അഭ്യസിക്കുക എന്നിവയിലൂടെ ഏകാഗ്രത മെച്ചപ്പെടുത്താൻ കഴിയും. യോഗയും ധ്യാനവും അഭ്യാസിക്കുന്നതിലൂടെ ഏകാഗ്രത മെച്ചപ്പെടുത്താൻ സഹായിക്കും. കുറച്ചു ദിവസം ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ച് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിലൂടെ എല്ലാത്തിനെയും മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയും. സമാധാനം, ഏകാഗ്രത, മാനസിക ശക്തി എന്നിവയാണ് നമ്മുടെ കഴിവുകളും പുഷ്ടിയും വർദ്ധിപ്പിക്കുന്നത്. നന്ദി. ബന്ധങ്ങൾക്ക് ഐക്യത്തിനും വളർച്ചയ്ക്കും ബഹുമാനം, സ്നേഹം, ക്ഷമ, വിശ്വാസം, സത്യം എന്നിവ ആവശ്യമാണ്. ആരോഗ്യകരമായ ബന്ധങ്ങൾ ആഗോള ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നു. ആശയവിനിമയം, ധാരണ, സഹകരണം എന്നിവ ബന്ധങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ ബന്ധങ്ങൾ പ്രപഞ്ചത്തിന്റെ കെട്ടുറപ്പ് രൂപപ്പെടുത്തുന്ന ഊർജ്ജസ്വലമായ ഒരു ചരട് നെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് ജീവിക്കാൻ ഐക്യം ആവശ്യമുള്ളതുപോലെ ബന്ധങ്ങൾക്ക് ആരോഗ്യത്തിന്റെയും വികാരങ്ങളുടെയും ശക്തിയുടെയും പിന്തുണയുടെയും സന്തുലിതാവസ്ഥ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നമ്മുടെ ബന്ധങ്ങളുടെ ഗുണനിലവാരമാണ്. നന്ദി. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മുടെ ഗുണനിലവാരവും വളർച്ചയും മെച്ചപ്പെടുത്തുന്നു. വ്യക്തിപരവും തൊഴിൽപരവും സാമൂഹികവുമായ വികസനത്തിനായുള്ള മാറ്റം സ്വീകരിക്കുക. ഇന്നത്തെ ലോകത്ത് അഭിവൃദ്ധി പ്രാപിക്കാൻ പൊരുത്തപ്പെടുക, പഠിക്കുക, മെച്ചപ്പെടുത്തുക, പൂർണ്ണതയിലല്ല, തുടർച്ചയായ മെച്ചപ്പെടുത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അനുഭവങ്ങൾ സ്വീകരിക്കുന്നതിനും ദിവസവും ചെറിയ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ ഫോണിന്റെ ആപ്പുകൾ പോലെ സ്വയം അപ്ഡേറ്റ് ചെയ്യുക. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുക. സംതൃപ്തമായ ജീവിതത്തിനായി മാറ്റത്തെ സ്വീകരിക്കുക. ഇന്നത്തെ ചെറിയ മാറ്റങ്ങൾ നാളെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. നന്ദി. ആരോഗ്യം നിലനിർത്താൻ ശരീരസംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നു. വെല്ലുവിളികൾ നേരിടുമ്പോൾ ശരിയായ പരിചരണം അനിവാര്യമാണ്. ചെറിയ മാറ്റങ്ങൾ യുവത്വം തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്നു. ശരിയായ വ്യായാമം, ശ്വസനം, പോഷണം, വിശ്രമം, ശുചിത്വം, ധ്യാനം, പോസിറ്റീവ് ചിന്തകൾ എന്നിവ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് ക്ഷേമത്തിന് അത്യാവശ്യമാണ്. സുസ്ഥിരമായ മാറ്റങ്ങൾ, ചലനങ്ങൾ, അയവ്, ആവശ്യങ്ങൾക്കുള്ള ശ്രദ്ധ എന്നിവ പ്രധാനമാണ്. യോഗയും ധ്യാനവും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വിശ്രമവും ഉറക്കവും ക്ഷേമവും ഉൽപാദനക്ഷമതയും ഉറപ്പാക്കുന്നു. ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുക എന്നത് നമ്മുടെ കടമയാണ്. നന്ദി. ചിന്തകൾ, അനുഭവങ്ങൾ, ജനിതകശാസ്ത്രം എന്നിവയാൽ സ്വാധീനിക്കപ്പെട്ട മനസ്സിനെ മനസ്സിലാക്കുകയും നയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മൈൻഡ് മാനേജ്മെന്റ്. ഇത് നമ്മുടെ ആന്തരിക ചിന്തകളെ കാണിക്കുന്ന ഒരു കണ്ണാടിക്ക് സമാനമാണ്. വിമർശനാത്മക ചിന്തയും പ്രശ്നപരിഹാര കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിന് പതിവ് ധ്യാനം, ഫോക്കസിംഗ്, തെറാപ്പി, ആത്മപരിശോധന എന്നിവ ഉപയോഗിച്ച് ഇത് മെച്ചപ്പെടുത്താം. പോസിറ്റീവ് ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മുടെ മാനസിക പ്രോഗ്രാമിംഗിന്റെ ചുമതല നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശം കൂടാതെ മനസ്സ് സ്വന്തം പ്രോഗ്രാമിംഗിലേക്ക് നിയന്ത്രണം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കും. ഫലപ്രദമായ മനസ്സ് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ കൃത്യമായ ധാരണയിലേക്ക് നയിക്കുന്നു. നന്ദി. വികാരങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനുകൾ പോലെയാണ്. ദുഃഖം, ഭയം, കോപം, വെറുപ്പ്, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നു. വികാരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെയും ബന്ധങ്ങളെയും ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നു. വികാരങ്ങളെ മനസ്സിലാക്കിയും നിയന്ത്രിച്ചും നമുക്ക് ശക്തി വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും കഴിയും. വൈകാരിക മാനേജ്മെന്റിൽ വൈദഗ്ധ്യം നേടാൻ ആശയവിനിമയം, സ്വയം അവബോധം, സമ്മർദ്ദ നിയന്ത്രണം എന്നിവ മെച്ചപ്പെടുത്തുക.
നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ക്രിയാത്മകമായി ഉപയോഗിക്കുക. വിഷാദം, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവ വികാരങ്ങളുടെ ശത്രുക്കളാണ്. വികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് നിങ്ങളാണ് അവയെ നിയന്ത്രിക്കേണ്ടത്. നന്ദി. എനർജി മാനേജ്മെന്റ്. ഭക്ഷണം, സൂര്യപ്രകാശം, വായു, വെള്ളം, സന്തോഷം തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജത്തിന്റെ ഉൽപാദനം, സംഭരണം, ഉപയോഗം എന്നിവ ഉൾക്കൊള്ളുന്നു. ശരിയായ എനർജി മാനേജ്മെന്റ് നമ്മുടെ ലക്ഷ്യങ്ങൾ, ക്ഷേമം, സമതുലിതാവസ്ഥ എന്നിവയ്ക്ക് പിന്തുണയാകും. ശരിയായ രീതിയിൽ ഊർജം മാനേജ് ചെയ്യുന്നത് ജീവിതത്തിൽ പൂർണ്ണമായ ക്ഷേമത്തിന് അനിവാര്യമാണ്. സന്തോഷം, പേടി, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നല്ല പോലെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. അതിനെ ശരീരം പല രീതിയിൽ കത്തിച്ചു കളയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ പോയാൽ പല നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല ആശയങ്ങൾ നിരാകരിക്കൽ, അനാരോഗ്യകരമായ ബന്ധങ്ങൾ, സ്ഥിരമായ ആശങ്ക, ഭൂതകാലം മുറുകെ പിടിക്കൽ, കാര്യങ്ങൾ വ്യക്തിപരമായി എടുക്കൽ, പല കാര്യങ്ങളും ഒന്നിച്ചു ചെയ്യൽ, ഉറക്കക്കുറവ് എന്നിവ നമ്മുടെ ഊർജം അനാവശ്യമായി ചിലവഴിക്കുകയും വേണ്ട പ്രവർത്തനങ്ങൾക്ക് തികയാതെ വരികയും ചെയ്യും. ശ്രദ്ധ പോകുന്നിടത്ത് ഊർജം ഒഴുകുന്നു. അത് ബുദ്ധിപരമായി ഉപയോഗിക്കുക. നന്ദി. നമ്മുടെ 24 മണിക്കൂർ സമയത്തെ 8 മണിക്കൂർ ജോലിക്കോ പഠനത്തിനു വേണ്ടിയും 8 മണിക്കൂർ വിനോദങ്ങൾക്കും ബന്ധങ്ങൾ നിലനിർത്താനും 8 മണിക്കൂർ ഉറക്കത്തിനും എന്നിങ്ങനെ വിഭജിച്ച് സമയത്തെ ഫലപ്രദമായി ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കാനും ടൈം മാനേജ്മെന്റ് സഹായിക്കുന്നു. ഫലപ്രദമായ ടൈം മാനേജ്മെന്റ് പോസിറ്റീവ് വശങ്ങൾ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് വികാരങ്ങൾ ഒഴിവാക്കുന്ന വ്യക്തിഗത തന്ത്രങ്ങളാണ്. ഭക്തിയോഗം, കർമ്മയോഗം, ധ്യാനയോഗം, രാജയോഗം എന്നിവയിലൂടെ സമയത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക. കൂടാതെ സംതൃപ്തി, ആരോഗ്യം, സമാധാനം, ബന്ധങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക. നമ്മുടെ സമയം ആസൂത്രണം ചെയ്യുക, ജീവിതം മനോഹരമാക്കുക. നന്ദി. നമ്മുടെ അതുല്യമായ അനുഭവങ്ങൾ, കഴിവുകൾ, DNA എന്നിവ നമ്മെ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകളാക്കുന്നു. നിങ്ങളുടെ അതുല്യതയെ സ്വീകരിക്കുക. ഒരേപോലുള്ള ലോകത്തിൽ ഈ വ്യത്യാസം നമ്മുടെ മഹാശക്തിയാണ്. നമ്മുടെ വ്യക്തിത്വങ്ങൾ ജനിതകശാസ്ത്രം, പരിസ്ഥിതി, അനുഭവങ്ങൾ, ആരോഗ്യം, അറിവ് എന്നിവയുടെ സംയോജനത്താൽ രൂപപ്പെടുന്നു. നമ്മളുടെ വ്യത്യാസങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ ശക്തികളെ വിവേകത്തോടുകൂടി ഉപയോഗിച്ച് താൽപ്പര്യങ്ങൾ കണ്ടെത്തണം. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക, പക്ഷേ നമ്മുടെ വഴികൾ കണ്ടെത്തുന്നതാണ് പ്രധാനം. നമ്മുടെ അതുല്യ കഴിവുകൾ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടാനാകും. ലോകത്തിൽ നമ്മളെപ്പോലെ മറ്റാരുമില്ല. നന്ദി. വ്യായാമം സമഗ്രമായ ആരോഗ്യത്തിനും ശാരീരികവും മാനസികവുമുള്ള ഗുണങ്ങൾക്കുമായി അനിവാര്യമാണ്. ഇത് ഒരു ശിക്ഷയല്ല, നമ്മുടെ ശരീരശേഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സജീവ പ്രവർത്തനമായി കണക്കാക്കണം. യോഗ പോലെ ഉള്ള സാധാരണ വ്യായാമങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏകാഗ്രത, ശക്തി, വഴക്കം, പ്രതിരോധശേഷി എന്നിവ മെച്ചപ്പെടുത്തുകയും ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യും. വ്യായാമം ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയുടെ അടിസ്ഥാനമാണ്. നന്ദി. നല്ല ആരോഗ്യത്തിന് പഴങ്ങൾ, പച്ചക്കറികൾ, വേവിച്ച ധാന്യങ്ങൾ എന്നീ സമീകൃതാഹാരങ്ങൾ അത്യാവശ്യമാണ്. ശരീരത്തെ ജലാംശം നിലനിർത്താനും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പോഷകങ്ങളുടെ ആഗിരണം മെച്ചപ്പെടുത്തുകയും ശരീരപ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ദഹനം, പോഷകങ്ങൾ കൊണ്ടുപോകൽ, മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും എന്നിവയ്ക്ക് ജലാംശം അത്യാവശ്യമാണ്. ഇത് ശരീര താപനിലയും ഇലക്ട്രോലൈറ്റ് ബാലൻസും നിയന്ത്രിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം ദീർഘകാല രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. ഇത് ആരോഗ്യകരമായ ഭാരം, മാനസിക വ്യക്തത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല ഭക്ഷണം കഴിക്കുക എന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെയും ഭാവിയിലെയും ആരോഗ്യത്തിനും നേട്ടമുണ്ടാക്കുന്ന ഒരു കലയാണ്. നന്ദി. ശരിയായ ശ്വാസോച്ഛ്വാസം മനസ്സിനെയും ശരീരത്തെയും ബന്ധിപ്പിച്ച് ഓക്സിജൻ നൽകിക്കൊണ്ട് വിഷവസ്തുക്കളെ പുറന്തള്ളുന്ന വായുപ്രവാഹം, പ്രതിരോധശേഷി, അവയവങ്ങളുടെ പ്രവർത്തനം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഡയഫ്രാമാറ്റിക് ശ്വസനം, അടിവയറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൂക്കിലൂടെ ശ്വാസോച്ഛ്വാസം നടത്തി ശ്വാസകോശങ്ങളെ വികസിപ്പിക്കുകയും അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ശാന്തവും കണ്ണുകൾ അടച്ചതുമായ അന്തരീക്ഷത്തിൽ ശ്വാസം നിരീക്ഷിക്കുന്നതിലൂടെ ഈ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ആഴത്തിലുള്ള ശ്വാസം കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ശരിയായി ശ്വസിക്കുക, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. നന്ദി. ശരിയായ വിശ്രമം ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. നെഗറ്റീവ് വികാരങ്ങൾ കുറയ്ക്കാനും യഥാർത്ഥ നമ്മളെ പുറത്തുകൊണ്ടുവരാനും ഇതിലൂടെ സഹായിക്കുന്നു. ധ്യാനം, യോഗ, ആഴത്തിലുള്ള ശ്വസനം എന്നിവ ശരീരവും മനസ്സും പുനഃസജ്ജമാക്കാൻ പ്രധാനമാണ്. ഉറക്കം,
പ്രകൃതിയെ മനസ്സിലാക്കിയുള്ള നടത്തം. വായന, സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സമയം ചിലവഴിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വിശ്രമിക്കാൻ സഹായിക്കുകയും ജീവിതത്തെ കൂടുതൽ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. സ്വയം പരിചരണം ഒരു ആഡംബരമല്ല, അത് അതിജീവനത്തിന് അനിവാര്യമാണ്. നന്ദി. പോസിറ്റീവ് ചിന്തകൾ സഹിഷ്ണുത, ശ്രദ്ധ, ശുഭാപ്തിവിശ്വാസം, ആന്തരിക ശക്തി എന്നിവയെ വളർത്തുന്നു. പോസിറ്റീവ് ചിന്തകൾ പ്രതിബന്ധങ്ങളെ അവസരങ്ങളാക്കുന്നു, ദൃഢനിശ്ചയം മെച്ചപ്പെടുത്തുന്നു. പോസിറ്റീവ് ചിന്തകൾ ജീവിതത്തിലെ കഴിവുകളുടെ വശങ്ങൾ ഉന്നതപ്പെടുത്തുന്നു, പ്രത്യാശയും പ്രതിരോധശേഷിയും വളർത്തുന്നു. സമ്മർദ്ദം കുറയ്ക്കുന്നു. പോസിറ്റീവ് ചിന്തകളോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കൂ. നന്ദി. ധ്യാനം ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു. ഇതിലൂടെ വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. സ്ഥിരമായ ധ്യാനം സമാധാനപരവും സംതൃപ്തവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ആന്തരികതയുമായി നമ്മെ യോജിപ്പിലേക്ക് നയിക്കുന്നു, കൂടാതെ വിശ്രമം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എത്ര ശാന്തമായും നിശബ്ദമായും ജീവിതം കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. സമാധാനപരമായ ഒരു സ്ഥലം കണ്ടെത്തുക, കണ്ണുകൾ അടയ്ക്കുക. ശ്വാസത്തിലോ ഒരു പ്രത്യേക വസ്തുവിലോ മന്ത്രത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനം അഭ്യസിക്കുക. നിശബ്ദത പാലിക്കുന്നതിലൂടെ നമുക്ക് നന്നായി കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും. നിശബ്ദതയിലൂടെ നമ്മൾ വ്യക്തതയും വഴികളും കണ്ടെത്തുന്നു. നന്ദി. നമ്മുടെ അനുഭവങ്ങൾ, താൽപ്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവയിലൂടെയാണ് സന്തോഷം വന്നുചേരുന്നത്. ഇത് നമ്മെ പ്രചോദിപ്പിക്കുന്നു. സന്തോഷം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നെഗറ്റീവായ കാര്യങ്ങളെ വിട്ടുനിൽക്കുകയും ചെയ്യുന്നത് സന്തോഷം കണ്ടെത്താൻ സഹായിക്കുന്നു. ഇതിന് ആത്മപരിശോധനയും തീവ്രപരിശ്രമവും ആവശ്യമാണ്. പ്രതിബന്ധങ്ങളെ മറികടക്കാൻ മനസ്സിൽ സന്തോഷം നിറയ്ക്കുക. നന്ദി. വ്യക്തിപരവും തൊഴിൽപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്ന അനുകൂല സാഹചര്യങ്ങളാണ് അവസരങ്ങൾ. നമ്മുടെ താൽപ്പര്യങ്ങളോടും വൈദഗ്ധ്യങ്ങളോടും യോജിപ്പിക്കുമ്പോൾ അവ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നു. അവസരങ്ങൾ എളുപ്പത്തിൽ പ്രാപ്യമായേക്കില്ല. എന്നാൽ തയ്യാറെടുപ്പിലൂടെയും ലഭ്യമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും ഒരാൾക്ക് ശക്തമായ ഒരു ഐഡന്റിറ്റി കെട്ടിപ്പടുക്കാൻ കഴിയും. സാധ്യതയുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും തുറന്ന മനസ്സോടെ തുടരാനും തയ്യാറാകുക. അവസരങ്ങൾ ഭാഗ്യശാലികൾക്കായി നീക്കിവച്ചിട്ടില്ല, പ്രയത്നിക്കുന്ന എല്ലാവർക്കും അവ തുറന്നിരിക്കുന്നു. പലപ്പോഴും അവസരങ്ങൾ കഠിനാധ്വാനമായി വേഷം മാറി വരുന്നു. അതിനാൽ അവ തിരിച്ചറിയുകയും വിജയത്തിനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. ശരിയായ അവസരത്തിനായി കാത്തിരിക്കുന്നതിന് പകരം അത് സൃഷ്ടിക്കുക. നന്ദി. ജ്ഞാനോദയം ബുദ്ധിപരവും ആത്മീയവുമായ വളർച്ചയുടെ യാത്രയാണ്. അത് വ്യക്തത, ജ്ഞാനം, കരുണ എന്നിവ കൊണ്ടുവരുന്നു. ഇത് ലക്ഷ്യബോധമുള്ള ജീവിതം, പോസിറ്റീവ് സംഭാവനകൾ, ആന്തരിക സമാധാനം എന്നിവ വളർത്തുന്നു. പ്രകൃതിയോടൊപ്പം സുതാര്യമായി ജീവിക്കാൻ നമ്മെ നയിക്കുന്നു. ജ്ഞാനോദയം എന്നത് നമുക്ക് അറിയാത്തത് തിരിച്ചറിയുന്ന അവസ്ഥയാണ്. അതിലൂടെ മനസ്സിന്റെ വികാസം വർദ്ധിക്കുന്നു. ജ്ഞാനോദയത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ കഴിയും. നന്ദി. വിനോദം വെറും സന്തോഷത്തിന് മാത്രമല്ല, അത് നമ്മളെ വളരാനും അറിയാനും വെല്ലുവിളികൾ കണ്ടെത്താനും സഹായിക്കും. മനസ്സിനെ പോഷിപ്പിച്ച് ദീർഘകാല ആരോഗ്യവും സന്തോഷവും വളർച്ചയും നൽകുന്നു. ആന്തരിക തൃപ്തിയും യഥാർത്ഥ സന്തോഷവും ആരോഗ്യകരമായ പിന്തുണയോടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. നീചവീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വിനോദങ്ങൾ ഒഴിവാക്കുക. നല്ല വിനോദത്തിലൂടെ മാനസിക, ഭാവനാത്മക, സാമൂഹിക ഗുണങ്ങൾ നേടിയെടുക്കുക. ഒരു നല്ല ആശയവുമായി ബന്ധപ്പെട്ട വിനോദം അത്യന്തം പ്രധാനമാണ്. നന്ദി. നമ്മുടെ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശീലങ്ങളാകുന്നു. വ്യായാമം, ധ്യാനം, കൃത്യനിഷ്ഠ, നേരത്തെ എഴുന്നേൽക്കൽ പോലുള്ള നല്ല ശീലങ്ങൾ ആരോഗ്യവും സമ്പത്തും വിജയവും പ്രോത്സാഹിപ്പിക്കുന്നു. വിശ്വാസങ്ങൾ ചിന്തകൾക്ക് പ്രചോദനം നൽകുന്നു. ചിന്തകൾ വാക്കുകളാകുന്നു. വാക്കുകൾ പ്രവൃത്തികളായി, പ്രവൃത്തികൾ ശീലങ്ങളായി മാറുന്നു. ഇതാണ് ജീവിതത്തിന്റെ ചക്രം. നല്ല ശീലങ്ങളിൽ നിന്നാണ് വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വിജയകരമായ ദിവസങ്ങൾക്കായി ഒരു ദിനചര്യ രൂപപ്പെടുത്തുക. നമ്മൾ നമ്മുടെ ശീലങ്ങൾ മാറ്റുമ്പോൾ ജീവിതം മാറുന്നു. അങ്ങനെ ഒരു നല്ല സമൂഹം വാർത്തെടുക്കാൻ കഴിയും. ദൈനംദിന ജീവിതത്തിന്റെ അദൃശ്യ വാസ്തുവിദ്യയാണ് ശീലങ്ങൾ. നന്ദി.
ഉൽപാദനക്ഷമത എന്നത് വിഭവങ്ങൾ, ഊർജം, തന്ത്രങ്ങൾ, അറിവ്, സമയം എന്നിവ ഉപയോഗിച്ച് മൂല്യവത്തായ സാധനങ്ങൾ, സേവനങ്ങൾ, ആശയങ്ങൾ എന്നിവയുടെ കാര്യക്ഷമമായ നേട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. അത് കൂടുതൽ ചെയ്യുന്നതിൽ മാത്രമല്ല, കുറച്ച് വിഭവങ്ങൾ ഉപയോഗിച്ച് മികച്ച ഫലങ്ങൾ നേടുന്നതിനെ വിലമതിക്കുന്നു. ഉയർന്ന മുൻഗണനയുള്ള ടാസ്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ അറിവും വൈദഗ്ധ്യവും തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യുക. കാര്യക്ഷമമായ ടാസ്ക് കൈകാര്യം ചെയ്യുന്നതിനായി AI ടൂളുകൾ ഉപയോഗിക്കുക. ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം നിലനിർത്തുക എന്നിവയിലൂടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയും. മികച്ച ജോലി നേടാനും ഉൽപാദനക്ഷമതയുള്ളവരാകാനും നിങ്ങൾ ചെയ്യുന്നതിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നന്ദി. വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലൂടെ പ്രതിരോധശേഷി, പ്രശ്നപരിഹാര കഴിവുകൾ, ധൈര്യം എന്നിവ ഉണ്ടാക്കുന്നു. അവയെ മറികടക്കാൻ സ്വയം അവബോധവും സഹായം തേടലും ആവശ്യമാണ്. തടസ്സം കൂടുന്തോറും കാര്യബോധം വർദ്ധിക്കും. വെല്ലുവിളികൾ വളർച്ചയ്ക്കും വിജയത്തിലേക്കുള്ള അവസരങ്ങളാക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയും. അപ്രസക്തമായ വിഷയങ്ങളിൽ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ ഗൈഡുകളായി ഉപയോഗിക്കുക. പ്രശ്നങ്ങൾ ഉള്ളിലേക്ക് ഇടാതെ തന്നെ പരിഹരിക്കുക. ധൈര്യവും ക്ഷമയും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നിവയിലൂടെ ഒരുവിധ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാൻ കഴിയും. മെച്ചപ്പെട്ട ഭാവിക്കായി ശക്തിയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുക. നന്ദി. പ്രകൃതിയുടെ തത്വങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ പ്രകൃതി നിയമങ്ങൾ ജീവിതത്തിനും പ്രവർത്തനത്തിനും പ്രയോജനകരമാണ്. രാസവസ്തുക്കളുടെ സംയോജനത്തിലൂടെയുള്ള ഊർജ്ജപ്രവാഹം പ്രകൃതിയിൽ ജീവൻ നിലനിർത്തുന്നു. പരിസ്ഥിതി, പ്രതിരോധശേഷി, വളർച്ച തുടങ്ങിയ തത്വങ്ങൾ പ്രകൃതി തന്ത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സഹജീവി ബന്ധം വളർത്തുന്നു. എല്ലാം തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിലെ ആദ്യത്തെ പാഠം. ഈ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള വിഷയങ്ങളാണ് പ്രകൃതിതന്ത്രങ്ങൾ. പ്രകൃതിയുടെ തന്ത്രങ്ങൾ ജീവിതത്തിൽ ഐക്യത്തിന്റെ രൂപരേഖയാണ്. നന്ദി. നമ്മുടെ കഴിവുകളിലും തീരുമാനങ്ങളിലും വിശ്വസിക്കുന്നതാണ് ആത്മവിശ്വാസം. ഇത് ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിലൂടെ പൂർണ്ണതയിൽ എത്തും എന്നതല്ല, മറിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസം മെച്ചപ്പെടുത്താനും വിജയിക്കാനും കഴിയുമെന്ന ശക്തമായ ചിന്ത കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ കഴിവുകളിലും ധൈര്യത്തിലും പ്രവൃത്തിയിലും ഉള്ള വിശ്വാസം വെല്ലുവിളികളെ നേരിടാനും പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനും നമ്മെ സഹായിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ജീവിതം കൂടുതൽ പൂർണ്ണമായി ആസ്വദിക്കാനും അനുവദിക്കുന്നു. ആത്മവിശ്വാസം ഒരു മഹാശക്തിയാണ്. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ പല മാജിക്കുകളും ഇതിലൂടെ സംഭവിക്കും. നമ്മുടെ യഥാർത്ഥ സാധ്യതകൾ തുറക്കുന്നതിനുള്ള താക്കോലാണ് ആത്മവിശ്വാസം. നന്ദി. വിമർശനങ്ങൾ വളർച്ചയ്ക്കും ആശയവിനിമയത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇത് ആദരവോടെയും സ്നേഹത്തോടെയും മെച്ചപ്പെടുത്തലിന് ഉദ്ദേശിച്ചുള്ളതായിരിക്കണം. ആത്മാർത്ഥതയോടെയുള്ള വിമർശനം ചിന്തയും പുതുമയും പ്രോത്സാഹിപ്പിക്കും. എങ്കിലും വിനാശകരമായ വിമർശനം ആത്മാഭിമാനത്തിന് ഹാനികരമാണ്. വിമർശിക്കുമ്പോൾ ഈ രണ്ടിനും ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് നിർണായകമാണ്. വിമർശനം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രധാനമാണ്. വിമർശനത്തെ ധൈര്യത്തോടെ നേരിടുക. അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ളതാണ്. ഓരോ വിമർശനങ്ങളിലും വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന പാഠങ്ങൾ കണ്ടെത്തുക. നന്ദി. നമ്മുടെ പ്രവൃത്തികൾക്ക് ധാർമ്മിക ഫലങ്ങൾ ഉണ്ട്. നല്ല പ്രവൃത്തികൾ നല്ല ഫലങ്ങളിലേക്ക് നയിക്കുന്നു. മോശം പ്രവൃത്തികൾ നെഗറ്റീവ് ഫലങ്ങളിലേക്ക് നയിക്കുന്നു. പ്രവൃത്തികൾ ചെയ്യുന്നതിനു മുമ്പ്, നല്ല ഫലങ്ങൾ ഉറപ്പാക്കാൻ ചെയ്യുന്നതിനു മുമ്പ് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ലക്ഷ്യബോധത്തോടെ പോസിറ്റീവ് പ്രവൃത്തികളോടെ ജീവിക്കുക. മികച്ച ജീവിതത്തിലേക്ക് സമ്പത്ത്, സന്തോഷം, പ്രശസ്തി എന്നിവ തനിയെ വന്നു ചേരും. നിങ്ങളുടെ സൃഷ്ടിപരമായ കർമ്മങ്ങൾ ഒരു തോട്ടത്തിലെ വിത്തുകളെ പോലെ നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. നന്ദി. അറിവ് ജീവിതത്തിന് അർത്ഥം നൽകുകയും ജിജ്ഞാസ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കഴിവും വിവേകബുദ്ധി പ്രയോഗിക്കാനുള്ള കഴിവും ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. യഥാർത്ഥ അറിവ് നമ്മുടെ പരിമിതികൾ തിരിച്ചറിയുന്നതിലാണ്. അറിവ് ഉള്ളതായിരിക്കും, പക്ഷേ മനുഷ്യബോധമാണ് അതിന് ജീവൻ നൽകുന്നത്. ശാസ്ത്രീയ നിയമങ്ങൾ, ദാർശനിക ആശയങ്ങൾ, സാംസ്കാരിക മാനദണ്ഡങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നത് അനിവാര്യമാണ്. അറിവ് പ്രയോഗത്തിൽ വരുത്തിയില്ലെങ്കിൽ അതിന് മൂല്യമില്ല. ചരിത്രവും സംസ്കാരവും അറിവിൻ്റെ വേരുകളാണ്. നന്ദി. ജീവിതത്തിലെ സങ്കീർണതകളോടും ഉത്തരവാദിത്വങ്ങളോടും ബോധപൂർവം പ്രതികരിക്കാനുള്ള കഴിവാണ് പക്വത. മനസ്സമാധാനത്തെ, സ്വാഭിമാനത്തെ, മൂല്യങ്ങളെ, ധാർമ്മികതയെ, സ്വമൂല്യത്തെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നടക്കുന്നതാണ് പക്വത. അനുഭവങ്ങൾ,
സംസ്കാരം, വിവേകബുദ്ധി എന്നിവയുടെ സംയോജനത്തിലൂടെ പക്വത വളരുന്നു. പ്രായം ഒരു സംഖ്യ മാത്രമാണെങ്കിലും പക്വത ഒരു തെരഞ്ഞെടുപ്പാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനുള്ള കഴിവാണ് പക്വത. നന്ദി. ദൃഢനിശ്ചയം, പ്രതിബദ്ധത, ആത്മവിശ്വാസം, ധൈര്യം എന്നിവ സംയോജിപ്പിക്കുന്ന ശക്തമായ വികാരാവസ്ഥയാണ് ശരിയായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുകയും പോസിറ്റീവ് വീക്ഷണം നിലനിർത്തുകയും ചെയ്യുന്നത്. ദൃഢനിശ്ചയം വളരാൻ നിർണായകമാണ്. ദൃഢനിശ്ചയത്തോടെ അസാധ്യമായത് എല്ലാം സാധ്യമാക്കാം. ദൃഢനിശ്ചയം വളർത്താൻ ജോലി, ആന്തരിക വളർച്ച, ജീവിത ലക്ഷ്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രതിസന്ധികളെ നേരിടുമ്പോൾ ദൃഢനിശ്ചയം തിളങ്ങുന്നു. ദൃഢനിശ്ചയം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നു. നന്ദി.